അൻവർ ഹീറോയാടാ, ഹീറോ. ഇലക്ഷൻ റിസൾട്ടിനെ പറ്റിയിട്ട് പലരും തള്ളിമറിക്കുന്നതാണ്. ഒന്ന് ഗോവിന്ദൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹം അതിനെ താത്വികമായിട്ട് വിശകലനം ചെയ്ത് CPM ആണ് ജയിച്ചത് എന്ന് സമർത്ഥിച്ചു. കാര്യം അത് ജോലിയാണല്ലോ. ഇപ്പം 40 പേര് നോക്കി നിന്ന കൊലപാതകത്തിന്റെ പ്രതിയാണെങ്കിലും പ്രതിയൊന്നും ചെയ്തില്ല എന്ന് പറയുന്നത് പ്രതിഭാഗം വക്കീലിന്റെ ജോലിയാണ്. അത് സമ്മതിച്ചു, കേട്ടു. അടുത്ത ഏറ്റവും വലിയ തള്ളിമറിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശൻ്റെയാണ്, VD സതീശൻ. അദ്ദേഹം തള്ളിമറിച്ചു, ഇത് ടീം വിജയമാണ്, ടീമിന്റെ വിജയമാണ്. അത് നമുക്ക് കേൾക്കാൻ ഇത്തിരി പാടാണ്. ഈ ടീമിന്റെ വിജയം എന്ന് സതീശൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ കണക്കെടുത്ത് നോക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം പോൾ ചെയ്തത് ആകെ 1,73,000 വോട്ടാണ്. 21 പോൾ ചെയ്തത് 1,73,205 വോട്ടാണ്. ഈ വർഷം പോൾ ചെയ്തത് 1,75,989 വോട്ടാണ്. ഏകദേശം 1,500ഓളം 2,000ഓളം വോട്ടിന്റെ വോട്ട് കൂടി. ശതമാനം കണക്ക് വെച്ച് നമുക്ക് കളിക്കണ്ട, ശതമാനം വേണ്ട, എത്ര വോട്ട് ചെയ്തു എന്നുള്ളത് മാത്രം ആ കണക്ക് പറഞ്ഞാൽ മതി. ഈ കള്ളക്കളികൾ, നമുക്ക് കണക്കിന്റെ കള്ളക്കളികളൊന്നും നമ്മളെ പഠിപ്പിക്കണ്ട. ഏകദേശം 2,000ഓളം വോട്ട് ഈ മണ്ഡലത്തിൽ ഇത്തവണ പോൾ ചെയ്തത് കൂടി. അതിനകത്ത് വേറെ സംശയമൊന്നും വേണ്ട. ഈ 2,000 വോട്ട് കൂടിയപ്പോഴത്തേക്ക് നമ്മളെ ആര്യാടൻ ഷൗക്കത്ത് ജിയുടെ വോട്ട് 77,737. പെർസെൻറ്റേജ് കണക്ക് നോക്കുകയാണെങ്കിൽ 44.17%. ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷന് 45.34% വോട്ടും 78,527 വോട്ടുമാണ് കോൺഗ്രസിന് ലഭിച്ചത്. അപ്പോ ഒരു മണ്ഡലത്തില് വോട്ട് 2,000 കൂടിയപ്പോഴത്തേക്ക് കോൺഗ്രസിന് കുറഞ്ഞത് 2,000 കുറഞ്ഞു. അപ്പം മൊത്തം എത്ര നഷ്ടം വന്നു? 4,000ഓളം വോട്ട് കുറഞ്ഞു. ഈ 4 വർഷത്തെ പിണറായി ഭരണത്തിനെതിരായിട്ട്, അൻവറിന്റെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ പിണറായിസത്തിനും മരുമോനിസത്തിനും എതിരായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിട്ട് വന്നപ്പോഴത്തേക്ക് എന്തുകൊണ്ട് കോൺഗ്രസിന് 1 വോട്ട് കൂടുതൽ കിട്ടിയില്ല? എന്തുകൊണ്ട് 1000 വോട്ട് കുറഞ്ഞു? സതീശൻ ഉത്തരം പറയണം. KPCC പ്രസിഡന്റായിരുന്ന സുധാകരൻ അൻവറിനെ അക്കോമഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കൊക്കെ അൻവറിനെ പുറത്ത് തള്ളിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ജയിച്ചുകളാന്ന് വിചാരിച്ചുകൊണ്ട് നടന്ന ആളാണ്. കഷ്ടകാലത്തിന് അൻവറിന് ഇത്തവണ മത്സരിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ അൻവർ പിടിച്ച 20,000 വോട്ട് എവിടെ പോകുമായിരുന്നു? കോൺഗ്രസിന്റെ പെട്ടിയിൽ എന്തായാലും പോവില്ല.